എന്താ പറഞ്ഞേ? ഓ, വെള്ളം സൈഡിക്ക് മാറ്റിക്കാൻ വന്ന് കേറുമ്പോ തന്നെ കുറ്റം പറഞ്ഞോണ്ട് കയറി വരുന്നത്. എന്ത് സമാധാനം എന്ന് പറയും. കുറച്ച് ദിവസം ഇവിടെ എല്ലാരും ചോദിച്ചായിരുന്നു സുഖം എവിടെയാ, നാട്ടിൽ പോയതാ കേട്ടോ. തിരിച്ചു വന്നത് നന്ദക്കുട്ടി അക്കു അറിഞ്ഞിട്ടില്ലേ. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. പണിപ്പിക്കണ്ടോ? നേരെ വെളുത്തുന്ന് ഇത്ര സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. അക്കുന് മാത്രമേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. അച്ഛൻ വന്നത് കണ്ടില്ല, പിന്നെ അച്ഛൻ നോക്കണില്ലേ? അക്കു സ്വപ്നാന്ന് എഴുതിയിട്ടുണ്ട്. അക്കു ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആയി കഴിഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സർപ്രൈസ് ആയോ? രണ്ട് സ്വപ്നം ഒരു റോലോ, രണ്ട് സ്വപ്നം ഒരു റോലോ. ഞാനെന്ത് സ്വപ്നം കണ്ടറിയും? ഈ സ്വപ്നം കണ്ടായിരുന്നോ? ഞാൻ ശരിക്കും സ്വപ്നം കണ്ടു. എന്ത്? അച്ഛൻ വരുന്നതോ? സൂചൻ കോക്കൂനും കൊണ്ടുവരുന്നത്. അത് അതുക്കും മേലെ. നന്ദക്കുട്ടി സ്വപ്നം ഒന്നും കണ്ടില്ല. നന്ദക്കുട്ടി ഇത് സ്വപ്നാണോ? ഇത് സ്വപ്നാണോ പൊന്നെ? ഇത് സ്വപ്നാണടി കള്ളി. അമ്മ ഇന്നലെ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതായിരുന്നു ആ സർപ്രൈസ്. സർപ്രൈസ് ആയോ? ഇഷ്ടായോ സർപ്രൈസ്? പല്ലേക്കാത്ത വായോണ്ടുള്ള ഉമ്മ നല്ല രസം ഉണ്ടാവും. പെട്ടിയൊന്നും പൊട്ടിക്കണ്ട, അച്ഛൻ്റെ പെട്ടിയൊന്നും പൊട്ടിക്കണ്ട. കുട്ടി ഒങ്ങിക്കോട്ടോ. അമ്മ പെട്ടി പൊട്ടിക്കട്ടെ. നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ പെട്ടി പൊട്ടിച്ചിട്ട് വരാം. ഉറങ്ങിക്കോളൂ. വൈറ്റ് മാത്രം ഇട്ട സൂപ്പ്, ബ്ലാക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ജീവിതം കരിവരണ്ട് പോയി. അച്ഛനും മനക്ക് നീക്കാൻ പറ്റിയില്ലേ? പെട്ടി കണ്ടപ്പോ ചാടി നീച്ചൂല്ലേ? ഞങ്ങള് ലേറ്റ് ആയിട്ടാ സൂ കിടന്നേ. സ്വപ്നാണോ അക്കൂത്? നമ്മൾ സ്വപ്നം കാണാണോ? ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഒന്ന് അച്ഛൻ വരുന്ന്. പറഞ്ഞായിരുന്നോ? മറന്നോ? വാട്ടർ ബോട്ടിൽ മറന്നോ? അയ്യയ്യേ, കുട്ടി പറഞ്ഞൊരു കാര്യം മറന്നു. ആഹാ, ഞാൻ നോക്കി ഡ്രസ് ഗോൾഡാണ്, ഗോൾഡ്. ഇതിനാണ് എന്റെ കുട്ടി കാത്തിരുന്നത്. ഞാൻ ദേവനെവിടെ? എല്ലാരും ഇവിടുന്ന് അങ്ങോട്ടല്ലേ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോവാ. ഇത് നേരെ തിരിച്ചാ അവിടെ നിന്ന് ഇങ്ങോട്ടാ കൊണ്ടുവരുന്നത്. ആട്ടെ, കുട്ടി നോക്കട്ടെ. ചാച്ചന്റെ സർപ്രൈസ്. അതങ്ങനെ സ്റ്റിക്ക് ചെയ്യണേ, ഓരോ കട്ട മാറ്റിയിട്ട്. അതൊക്കെ അമ്മൂന്റെ ചുക്രൂന്റെ ആവും. രണ്ട് വേറെ പാവപ്പെട്ടുണ്ടോ? കൊറേ എടുത്ത് വെച്ചത് തന്നെ. എന്റെ എടുത്തു വെക്കലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ മാലട്. എൻ്റെ ഒരു എടുത്തു വെക്കലുകാരിക്ക് ഒരു മാല ഇരിക്കട്ടെ. ഒരു എടുത്തു വെക്കലുകാരി വന്നിരിക്കുന്നു. എന്റെ ദൈവമേ. അച്ഛൻ ഞാൻ ഇന്നലെ ചോദിച്ചേ സ്കൂളിൽ പോവില്ലേന്ന്. അപ്പൊ കരഞ്ഞിട്ട് പറയാം അച്ഛൻ വരാതെ സ്കൂളിൽ പോവില്ലാന്ന് അറിയില്ലേന്ന് ചോദിച്ചു. നിരത്തിയിട്ടല്ല, അങ്ങനെ നിരത്തിയിട്ടല്ലോ പൊന്നെ. ഇപ്പൊ തന്നെ വാരിയിടണ്ട, സ്കൂളിൽ പോകുമ്പോ ഇടാനുള്ളതാണത്. ഇത് എനിക്കുള്ള ചുരിദാറുകളാണ്.
ചുമയായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവരിച്ചതാണ്. ഇതൊക്കെ നന്ദക്കുട്ടിക്കുള്ളതാണ് പെണ്ണൊക്കെ. ഇതിലാണ് മെയിൻ സർപ്രൈസ് ഇരിക്കുന്നത് കേട്ടോ. രാവിലെ 6 മണിയായിട്ടുള്ളൂ കേട്ടോ. അതാണ് ഈ ഉറക്കത്തിൻ്റെ ക്ഷീണം അവൾക്ക്. 5:30 എത്തിയത് അല്ലേ? കൈ മാറ്റി, കൈ മുറിയണ്ടേ? നിന്റെ കൈയാണ് മുറി കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ട ബിസ്ക്കറ്റാട്ടോ. നെബുലൈസർ കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നേ നാട്ടിൽ നിന്ന്. ഇതിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്. നാരായണേൻ്റെ വീട്ടിലെ അപ്പച്ചക്ക. ഇത് നമുക്ക് അരിയിൽ കൊണ്ട് വെക്കണം കേട്ടോ, അപ്പോൾ പഴുക്കും. ഇനി വേറെ സർപ്രൈസ് ഇതാണ്. സോ ഇതൊന്ന് എടുത്തു തരുമോ? ഇതാണ് അടുത്ത വലിയ സർപ്രൈസ്. ഞാൻ വെയിറ്റ് ചെയ്ത സർപ്രൈസ് ഇതാണ്. തിരിച്ച് അങ്ങനെയല്ല ഇടുക, അങ്ങനെയാണ് ഇടുക. സൂപ്പറാണല്ലോ. പെട്ടി പൊട്ടിച്ച് വാട്ടർ ബോട്ടിൽ കിട്ടിയതിന് ശേഷം കേട്ടോ അച്ഛനെ ഓർമ്മ വന്നതല്ലേ. നന്ദയുടെ മമ്മിക്ക് ഇരട്ടക്കുട്ടികളാണ്. കാണിക്കൂ. ബേബി കണ്ടോളും, തിരിക്കണ്ട നീ എൻ്റെ തല. ഓ, ഓളെ സൂത്രം കാണാൻ 2-3 ആൾക്കാരായിപ്പോ. ചീറ്റിപ്പോയി സൂത്രം. ഓ, ഇതാണ് സൂത്രം. എന്താ അല്ലേ? ആ, ചുമരുമ്പ വരയ്ക്കാൻ പാടൂല ആഴും. അത് ഞാൻ പറയേണ്ട കാര്യമാണ്. ഫുഡ് കഴിച്ചു. ഇതാരാ നന്നായി ടോയ്സ് ഒക്കെ വാങ്ങിച്ചു തന്നെ? ചാച്ചനോ? ഫുഡ് കഴിക്കണം, നീ കേരറ്റ് കഴിക്കണം കേട്ടോ. നീ ദോശ കഴിക്കണം, നീ കേട്ടും ജോലിസും കഴിക്കണം, നീയും കേട്ടും കഴിക്കണം. ഓക്കെ? അമ്മ ഫുഡ് വാരി കൊടുക്കാത്ത നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഫുഡ് ഈ എന്തിനാ ചവയ്ക്കുന്നതിന്? പാവക്കുട്ടി ഫുഡിനാണ് ഈ എന്തിനാ ചവയ്ക്കുന്നത്? അക്കുവിനെ ഇവര് കൊണ്ടുപോവാണ് കേട്ടോ. അക്കു ചേട്ടാ പോവാണ് കേട്ടോ, കുഴപ്പമില്ല. അക്കു ടാറ്റ. അക്കു അങ്ങനെ സൗദിക്ക് അക്കു ടാറ്റ ബൈ. ആ, അജുനോട് വരാൻ പറയാം. സൗദിക്കല്ലേ? ചേട്ടനും പോവാട്ടോ. എന്നാലും നന്ദക്കുട്ടി ഇല്ലാന്നാ പറയുന്നത് കേട്ടോ. നന്ദക്കുട്ടി ആ, അത് പോലും. ഞാൻ നമുക്ക് ഒന്നിച്ച് വിളിക്കാം. ഓക്കെ, ബൈ ബൈ. അക്കു ടാറ്റാ ബൈ. സൗദിയിലുള്ള ഫാമിലി ഫ്രണ്ട്സാണ് കേട്ടോ. വിനു അങ്കിളും സുമിത ആൻറ്റി, അവരെ 2 മക്കൾ കീർത്തജ, അതേപോലെ കാർത്തിക്. അപ്പോൾ അവർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് അവർ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ് ഹോട്ടലിലേക്ക്. അപ്പോൾ അക്കു കൂടെ പോയതാണ് കേട്ടോ. ഇനി ഞങ്ങളും അങ്ങോട്ട് കൂടെ പോവും. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാന്. അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോഴല്ലേ പൊളിക്കണ്ടേ? അക്കുചേട്ടൻ പൊളിക്കാണ്, നമുക്ക് പിന്നെ പൊളിക്കട്ടോ. അപ്പോൾ അവനൊക്കെ ഇങ്ങനെയാണ് ഇത് പൊളിക്കാതെ വെക്കേണ്ടത്. ബാക്കിൽ ആരാ? ആരുമില്ല. ഓ, ചേച്ചി ഉണ്ടോ? എന്റെ മടിയിൽ കുട്ടീനെ വെച്ചിട്ട് പറയാണ് ബേബി അമ്മേന്റെ മേലെ അപ്പിടുന്നു. ഇതാ ഇവളെന്നെ കറക്റ്റ്. ഇത് കോക്ക് എടുത്ത ഡ്രസ്സാട്ടോ. അടിപൊളിയായില്ലേ? ആ,
നമുക്ക് അടുത്തുള്ള ഏതാണ്? അക്കു ചേട്ടാ സൗദി പോയില്ലേ അപ്പൊ? പോയി വന്നു. നന്ദാ, നന്ദാ. അങ്ങോട്ട് നോക്കടാ, ഫുട്ബോൾ താരം അങ്ങോട്ട് നോക്ക്. എടി നന്ദാ. ഇത് നമ്മുടെ എന്താ പറയാ സൗദി ഫുട്ബോൾ താരാണ് കേട്ടോ. സുമിതാന്റെ ഇങ്ങോട്ട് നോക്ക്. അജു ഇങ്ങോട്ട് നോക്ക്. എടാ ഒന്നും കൂടെ നോക്കടാ. സുഭാഷ് ചേട്ടാ ഒന്നും കൂടെ നോക്കി. ആ ഓക്കെ ശരി. വലിയ ഫോൺ എടുക്കാൻ പറഞ്ഞില്ല, അമ്മേന്റെ കയ്യിലുണ്ട് കേട്ടോ. നൈസായിട്ട് ചോദിച്ചു നോക്ക്. കമ്മല് കാത് കുത്തിയില്ലല്ലേ ഞങ്ങള്? കാത് കുത്തി ഒരു വട്ടം കാത് കുത്തി പഴുത്തത് ഊരിയിട്ടു, പിന്നെ കുത്തിയില്ല. പോയോ? ഇത് അമ്മേനെ തെരഞ്ഞു വന്നതാ. മടിയിരുന്നോ? ആ അച്ഛന്റെ മടിയിൽ. ഇവനോ? രണ്ട് പപ്സ്. ലേറ്റ് ആയപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അരമണിക്കൂറിന്റെ ഇടയില് നന്ദക്കുട്ടിക്ക് സീറ്റ് കിട്ടിയോ? ഓക്കെ ഓക്കെ, ഓക്സിജൻ പാർക്ക് പോവാം. അതിലെ ഡ്രസ്സും നന്ദക്കുട്ടിന്റെ പാവയും നല്ല മാച്ചിങ് ആണ്. ഏയ് അങ്ങനെയൊന്നും കാണിക്കല്ലേ. ഹായ് പറഞ്ഞേ. ഹായ്. ആ വെള്ളത്തിൽ പോയിട്ടോ. നനച്ചാലും കുഴപ്പമില്ല. പോരട്ടെ. യാ കാർത്തിക് കയറിക്കടാ. ആ അനങ്ങണ്ട. ഇല്ല വീഴൂല. ഓക്കെ റെഡി. നോക്കട്ടെ. ഈ ചേച്ചിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയോ? ഈ ചേച്ചി ഇവള് എന്താ പറയാ അൽ ഹിലാലിന്റെ സൗദി ടീമില് കളിക്കുന്ന ആളാണ്. ആ എന്റെ നന്ദക്കുട്ടിക്ക് ഏത് എങ്ങനത്തെ ഫുട്ബോളാ വേണ്ടേ? ഏത് ഫുട്ബോള്? ഫുട്ബോള് വീട്ടില് നീ പഠിപ്പിച്ചു കൊടുക്കും എന്റെ കുട്ടീനെ ഒന്ന്. ഈ ചേച്ചി എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയോ? അൽ ഹിലാലിന്റെ ടീമിൽ കളിക്കുന്ന ആളാ സൗദിയില്. മലയാളി അണ്ടർ 15 അല്ലേ? ക്ലബിലല്ലേ? അണ്ടർ 16ഓ? അണ്ടർ 15 ആദ്യ ഇന്ത്യൻ താരമാണ്. അണ്ടർ 15 അൽ ഹിലാലിന്റെ ക്ലബില് വലിയ പുള്ളിയാണ് കേട്ടോ അജോ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. പണ്ട് പറഞ്ഞ പന്ത് പോലെ പന്ത് എന്ന് പറഞ്ഞ പോലെ അല്ലേ അജു? വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോ. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആവും ഇവിടെ ഓരോരുത്തർക്ക്. ഇപ്പൊ തന്നെ വലിയ ഡിമാൻഡ് ആവും ചിരിക്കാൻ പറഞ്ഞാല്. പറയടി കുന്തിരിക്ക് എനിക്ക് ഇഷ്ടം. മൂട്ടിലിട്ട് പോയക്കണ്ടാ വിടുന്നല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. സൗദിന്റെ അൽ ഹിലാൽ എന്താ അക്കാഡമി അല്ലത് ക്ലബിന്റെ അണ്ടർ 15 അല്ലേ? അണ്ടർ 15 ഏക മലയാളിയാണിത് ഈ ഇരിക്കുന്നത്. ഏക ഇന്ത്യ അല്ലേ മലയാളി പെൺകുട്ടി. ഒരു ബോൾ എടുത്ത 4 ജഗ്ഗിൽ ചെയ്യോ? എത്ര ജഗ്ഗിൽ ചെയ്യും? ചെയ്യോ? അയ്യോ എത്ര ജഗ്ഗിൽ ചെയ്യും? എന്റെ അനിയൻ ഒരു 2 എക്സ്ട്രാ ഞാൻ എടുത്തെന്തൊക്കെ തരും. നീ എത്ര വയസ്സാണ്? നമ്മൾക്ക് കളിക്കാറില്ലല്ലോ. എന്തായാലും പന്തുണ്ടെങ്കിൽ ഇവളെ കൊണ്ട് പന്തില്ല. പന്തുണ്ടെങ്കിൽ ഇവളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കായിരുന്നു. ഇതിന്റെ പൊന്നെ ഇതൊക്കെ കാക്കയ്ക്ക് കൂടുണ്ടാക്കാതെ നീ അവിടെ തന്നെ വെച്ചു കൊടുക്കും. ഇന്നെന്താ പോണ്ടോ? അത് അക്കു പോണ്. അമ്മ കൊണ്ടുപോയാ കേറുവോ? അമ്മേന്റെ കൂടെ കേറുവോ?
അമ്മേനെ കൂടിയും കയറില്ല. അമ്മേനെ വിശ്വാസമല്ല. ഇത് വേഗം എടുത്തോ കുത്തിപ്പം. ഇത് നോക്ക് നന്ദ, ഇങ്ങനെയാണ് ഉറുമാമ്പഴം ഉണ്ടാവുക. പറക്കല്ലേ കണ്ടോ നന്ദ, ഇങ്ങനെ ഉറുമാമ്പഴം ഉണ്ടാവുക. കണ്ടോ ഉറുമാമ്പഴം കണ്ടോ? ഇത് വലുതായാലാണ് ഉറുമാമ്പഴം ആവുക. കണ്ടോ ഇങ്ങനെ കാണിച്ചു. ഒരു മിനിറ്റ് കൂടി ലാസ്റ്റ്. ഇതിപ്പോ അജു ഒറ്റയ്ക്ക് എടുത്തു അങ്ങനെ കേറിയോണ്ട് അവൾക്ക് പേടി. അതുകൊണ്ട് ഇന്ന് അമ്മ പേടി മാറ്റി തരാം കേട്ടോ. ട്രെയിനിന്റെ പേടി മാറ്റി തരാം. ഹായ് അങ്ങനെ ഞങ്ങള് ട്രെയിനിന്റെ പേടി നിർത്താൻ വേണ്ടി എന്ത് എന്താ മാറിയത്? പേടി മാറി. ഈ ട്രെയിനിലല്ല ഞാൻ തട്ടിക്കൊണ്ടുപോയത്. എന്റെ അമ്മ ഉണ്ടെങ്കിൽ പേടിയില്ല. ഇപ്പൊ നന്ദക്കുട്ടിന്റെ പേടിയൊക്കെ സൂപ്പറായിട്ട് മാറി. കണ്ടോ ഇപ്പൊ പേടി മാറി. പറഞ്ഞു ഇത് സിമ്പിൾ അല്ലേ. ഇതിനാണ് ഈ അജുമാമന്റെ കൂടെ കരഞ്ഞത്. ഒരടി കൊടുക്കുക. അതെ സ്റ്റോപ്പ് അവിടെ. അക്കുവിന് വെള്ളം വേണം, അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ തണുത്ത വെള്ളം. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നോക്കൂ, എന്നിട്ട് വെള്ളം കുടിക്കും. മാരണായിരത്തെ സൂര്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതാ? അമ്മേ പൊട്ടിക്കല്ലോ. അവിടെ പൊട്ടിക്കല്ലോ. നന്ദ പൊട്ടിക്കുന്നതാ. രണ്ടു വെറുതെ അല്ല. ഇങ്ങനെ മടങ്ങും. ആന്ന് മടക്കാതെ നന്ദര കൈയുണ്ടാ? അത് പറ്റുമോ? ഞാൻ ഇല്ല, ഞാൻ അമർത്തിയിട്ടില്ലത്. ഞാനുണ്ടോ? ഇല്ല കണ്ടോ, ഇത് മുട്ടും. ഇത് ഓൾക്കന്നെ മുട്ടിക്കാവുന്നുള്ളൂ. വലിയ ടീംസാണ്. മുട്ടി. ഞാൻ ധരിച്ചു. ഒന്നേക്ക് ഇങ്ങനെ ഡോളിന്റെ പാമ്പർത്ത് അവിടെ ഉണ്ട്. ഡോളെവിടെ പൊന്നു? ഇറങ്ങിക്കോ. ഇതല്ല മോസ്കാണ്. ജിഷ്ണോട്ടൻ അവിടെ കാണുന്നുണ്ടോ? അടുത്ത സ്റ്റോപ്പാണ്. മാറിയോ? എന്താ ആവേശം? എത്രയും നേരം പേടിയുള്ള ആളെ. മുന്നത്തെ പ്രാവശ്യം ഇറങ്ങി കരയേ ചെയ്തോളൂ. അല്ല, ജിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു. പേടി മാറിയോ? എന്നാ വായോ. വായോ. പോയി വരികയാണോ? പോയിട്ട് വരികയാണോ? ചേച്ചിയുടെ വീടാട്ടോ അത്. ഏത് വീടാ ഇഷ്ടപ്പെട്ട്? ഈ വീട് ഇഷ്ടപ്പെട്ടോ? എന്റെ വീടാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഇങ്ങനത്തെ വീടുകളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഞങ്ങളെ വീട് ഇഷ്ടമുള്ളൂ. രണ്ട് കാലം വെക്കടാ. ആണെങ്കി മതി. ഇന്നടി എന്താണ് ടിഷ്യൂ? എങ്ങനെ കള ഏട്ടാ അവള് ടിഷ്യൂ കൂടെ ഇട്ടോ. ഞാൻ ഇന്ന് ഇനി നടക്കാൻ പോവാം. അമ്മ വീഴും. ഇങ്ങോട്ട് നോക്കി നടക്കും. അവിടേക്ക് പോവും.
ചെരിച്ചു ഓടിക്കാൻ പറ്റൂല ചോദിച്ചാ ആ അങ്ങനെ അപ്പൊ വീണു. ഈ കുട്ടീനെ വീഴ്ത്തിയില്ല ഞങ്ങൾ എല്ലാരും പറഞ്ഞു. അയ്യോ എവിടെ ഈ വിചാരിച്ചു ബീച്ചിലേക്കാണ്. ആ ഡ്രസ്സൊക്കെ എടുത്തിണ്ടാവും ടക്കു, ബാഗൊക്കെ എടുത്ത്. ഓൻ കരുതി ബീച്ചിലേക്ക് പോവാണെന്ന്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ഇവിടെ കലാശക്കൊട്ടാണ് കേട്ടോ. ആ കള്ളർക്കാണേ, അത് കള്ളർക്കാണേ. നന്ദക്കുട്ടി വാ വാ, വീടെത്തി നന്ദ, എണീക്ക് നന്ദ. നന്ദ കള്ളർക്ക് ഉറങ്ങല്ലേ കേട്ടോ, വായോ. നല്ലൊരു ബ്രേക്ക് പിടിച്ചാടാ, അങ്ങോട്ട് തെറിച്ച് വീഴണോ. ആ ഇങ്ങ് വായോ, കള്ളർക്ക് ഉറങ്ങി. ഇനി വേണ്ട, അവളെ ഇറങ്ങി. ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞിട്ടേക്ക് അതുക്കും മേലെ അനുസരിക്കണ അജു. വായോ വായോ വായോ, നമ്മള് കുഴങ്ങി വായോ. അക്കോ എനിക്ക് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ്. വേഗം അക്കു വണ്ടി നോക്കിട്ട് ഇറങ്ങേ. ഞങ്ങള് സുമിത ആന്റീനെയും കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ട്, അവരെ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാ കേട്ടോ. Good night.